ദേവ, നീ ഇവിടെ ഇല്ലേ? നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ എന്താ നീ എൻ്റെ മുന്നിൽ വരാതെ മറഞ്ഞിരിക്കുന്നത്? എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്നായിരുന്നില്ലേ? ഞാൻ ജീവിച്ചു തുടങ്ങിയതും ഇവിടെ നിന്നായിരുന്നു. നീ എന്നടി പറഞ്ഞ ചേട്ടന്മാര് വരില്ലെന്ന്? പിന്നെ ആരാടി? ആ, അവക്കത് അവളുടെ പുന്നാര കുഞ്ഞായിട്ട്. നമുക്കല്ലേ അങ്ങനെ റിപ്പർ. വെറും റിപ്പറൊന്നും അല്ലടാ, റിപ്പർ 3.0 വെർഷൻ. പെങ്ങളെ, നിന്റെ നേരാങ്ങളെ വന്നടി, മോളെ ഇറങ്ങി വാ. സോറി ശിവ, ഇറങ്ങി വരാൻ പറ്റില്ല. ഫുൾ പേയ്മെന്റ് നടത്തിപ്പോയി. ഓ, അങ്ങനെയാണോ? ഇറ്റ്സ് ഓക്കെ, ഞാനും നിങ്ങളുടെ കൂടെ വരാം. അപ്പം നിന്റെ ബൈക്കോ? ആ, അതെന്നെ. ബൈക്കൊക്കെ ഇങ്ങനെ റോഡിൽ ഉപയോഗിച്ച് കൊണ്ട് അത്ര ശരിയല്ല. അതുകൊണ്ട് ഞാൻ ബൈക്ക് എടുക്കാം. ഐ ഹാവ് നോ പ്രോബ്ലം. സിദ്ധു, ബൈക്ക് എടുക്കുക. ഓ, ഇങ്ങനെ പോയി ഇങ്ങനെ ഞാൻ മാറ്റി താത്തും. ചേട്ടൻ, ഞാൻ നല്ലോണം ബൈക്ക് ഓടിക്കും, ഞാൻ എടുത്തോളാം. എന്താടാ, നിനക്ക് ബൈക്ക് ഓടിക്കാൻ വേണ്ട ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എവിടെന്ന്? അല്ലെങ്കിൽ തന്നെ ആരും ഓടിച്ചാലും എന്താ, വീട്ടിലെത്തിയപ്പോരെ. എന്നാ ഞാനും കൂടി അങ്ങോട്ട്. ആ, അങ്ങനെ ഇപ്പം നീ പോണ്ട, നീ ഇങ്ങ് വാ. നീ എൻ്റെ അടുത്ത് തന്നെ വേണം, അതും തൊട്ടടുത്ത്. ചേട്ടാ, കുറച്ചും കൂടി സ്പീഡിൽ പോവേ. ബ്രോ, ഒന്ന് പതിയെ പോ, എനിക്കിടുന്ന വഴി അറിയില്ല. ചേട്ടാ, സിദ്ധു. ശിവ, അവന് വഴി അറിയില്ല. ഡോൺ വറി, അവൻ എങ്ങനെയും കറങ്ങി തിരിഞ്ഞു വരും. അപ്പൊ വന്നില്ലെങ്കിൽ ആ ചേട്ടാ, എന്തോ പറയത്തില്ലേ, ഭൂമി ഉരുണ്ടതല്ലേ എവിടെയും വെച്ച് കണ്ടുമുട്ടുന്നു. ആ, അത് തന്നെ. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഒരു വണ്ടി ഇങ്ങോട്ട് പോണുണ്ടോ? അല്ല, ഒന്ന് നിക്കടോ. ശിവ, ഇവിടുത്തെ ഗേൾസ് എല്ലാവരും ഡിഫറെന്റ് ആണല്ലേ? വൈ? ബിക്കോസ് അത് തന്നെ. എനിക്ക് അത്ര ഒന്നും ഇല്ലല്ലോ, ജസ്റ്റും ബാക്കും ഒന്നും. അതെന്താ ശിവ അങ്ങനെ? എൻ്റെ പൊപ്പോ, നിങ്ങൾക്ക് ഞാൻ ഉണ്ടായപ്പോൾ നിർത്തിക്കൂടായിരുന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ എനിക്കിതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അതിപ്പോൾ കൂടാൻ പറയാൻ പറ്റില്ലല്ലോ. 3 ബോയ്സ് ആകുമ്പോൾ ഒരു കേള് ആരായാലും ആഗ്രഹിക്കും. അതിവനെങ്ങനെ മനസ്സിലായി? ആരായാലും ഈ സിറ്റുവേഷനിൽ ഇതൊക്കെ ചിന്തിക്കും. അതും ശരിയാ. എന്തിനാടി? എനിക്ക് കോട്ടൺ ക്യാൻഡി വാങ്ങണം. അതൊന്നും കൊള്ളത്തില്ല മോളെ, റോഡ് സൈഡിൽ നിന്നൊന്നും മേടിക്കാണ്ടിരിക്കാൻ നല്ലത്. യാ, ദാറ്റ് ഈസ് റൈറ്റ്. You shut up, man. I want that. Shiva, I want that. മിണ്ടാതിരുന്നോ? അങ്ങനെ നിന്റെ ചേട്ടനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം പിടിച്ചിടും, അറിയാലോ അവൻ്റെ സ്വഭാവം. നമ്മൾ എത്താറായി, ഇനി കുറച്ചും കൂടി ഉള്ളൂ. Really? I'm so excited. The first time a grandmother കാണാൻ പോകുന്നത്. എത്തിയോ? ഇപ്പഴാണോ ഇവിടെ വന്നേ? ഹലോ. അതെ, ഞങ്ങളും ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ. അയ്യോ എൻ്റെ പൊന്നെ, എന്താ അവിടെ നിന്നാണേ? നീ കയറി വാ. അല്ല, നിങ്ങൾ 4 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെന്തേ?
വീട്ടിലേക്ക് വിട്ടു. ആര്? ശിവ. ആണോടാ? ചോദിച്ചു കേട്ടില്ലേ? എന്താടാ ആ കൊച്ചെന്തേ? ഓ ഗ്രാൻഡ്മ, അവൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അവൻ വണ്ടി എടുത്തുകൊണ്ട് പിന്നാലെ വരുന്നുണ്ട്. അതെ മുത്തു, അവൻ എൻ്റെ ബൈക്ക് എടുത്തിട്ട് വരുന്നുണ്ട്. ആണോ? എന്നാ വിശേഷമൊക്കെ പിന്നെ പറയാം. നിങ്ങൾ കുളിച്ചൊക്കെ ഇരിക്കുക. അപ്പൊ തന്നെ എന്താ ജാനുമ്മ ചൂട് ചോറ് വിളമ്പിക്കും. ചെല്ല് ജാനുവേ, പിള്ളേരൊക്കെ വന്നട്ടാ. ആ ആ എന്താ? ഇത് നിന്റെ നാടല്ല, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും സൂക്ഷിച്ചും കണ്ടും വേണം പറയാൻ. വാവന്റെ സ്റ്റൂ എവിടെയാണ് എന്തോ? ഇവിടെ ആർക്കും ഒന്നും അറിയണ്ടല്ലോ. എടുത്തുമ്പോ എടുത്തോട്ട് ഇടണം. വാട്ട്? ലെഫ്റ്റിലോട്ട്. ഓ സോറി. ഇലത്തുമ്പ് ഇടത്തോട്ടിട്ട് ഇടങ്ങണി നോക്കിയാൽ ഇല്ലാത്ത പെണ്ണിന് സ്വപ്നം കാണുമെന്ന് പറയാറ്. ഓ, മറ്റേ ഫിലിമിന് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല മുത്തു, ശരിക്കും അങ്ങനെയാണോ? അങ്ങനെ സ്വപ്നം കാണുമോ? സ്വപ്നം ഒന്നും കാണില്ല, പക്ഷെ കോങ്ങണ്ട് വരും. ഓ വന്നോ? പിന്നെ താനെന്താ വിചാരിച്ചേ ഞാൻ വരില്ല എന്നാ? ആ മോൻ വന്നോ? മോൻ ചെന്ന് കുളിക്ക്. ബിസിയാണോ? അല്ല സിത്തു, ഇവിടെയാണെങ്കിൽ ഫോണിന്റെ റേഞ്ച് ഇല്ല. അപ്പൊ എന്നെ ബുക്ക് വായിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ക്യാരിയോ. എന്തോ ഉണ്ടല്ലോ. എന്താ? ഈ ഫുഡ് കഴിച്ചിട്ട് പായസം കുടിച്ചില്ലല്ലോ. നോ. ആ, നിന്റെ മുത്തശ്ശി എന്താ പറഞ്ഞെന്നറിയോ? മധുരം കഴിക്കാതെ മലക്കം മറിഞ്ഞാൽ മധുരിക്കും ഓർമ്മകൾ മാഞ്ഞു പോകുന്നു. വാട്ട്? എന്ന് വെച്ചാ നിന്റെ ലൈഫിലെ ഹാപ്പി മൊമെന്റ്സ് എല്ലാം നീ മറന്നു പോകുന്നു. സോ സർപ്രൈസ്. ഇതിലെന്തായാലും മധുര. അപ്പൊ എന്തായാലും നിന്റെ മധുരയ്ക്കും ഓർമ്മകളൊന്നും മാഞ്ഞു പോകാൻ പാടില്ല. കഴിച്ചോ? They call me sexy, you call me sexy. They call me baby, you call me baby. They call me hot. ആ കോട്ടങ്ങേന്റെയോ? കൊള്ളാലോ, ഇത് ഞാനങ്ങ് എടുക്കുകയാണേ. ഓ, നിന്റെ ചേട്ടൻ ലണ്ടനിലും സമാധാനം തല്ല. ഇപ്പൊ ഇവിടെ സമാധാനം തല്ല. ഏ ഗെയ്സ്, എന്റെ കുരുട്ട് ബുദ്ധിയിലൊരു ബുദ്ധി കളിയുണ്ട്. എന്തിന്? സിമ്പിൾ, നിന്റെ ബ്രദർ പെണ്ണാട്ടി കൂടെ. വാട്ട്? യാ. സൂര്യൻ തലകുത്തി നിന്നിരിക്കും, താജ്മഹൽ കറുത്തുന്നിരിക്കും, കുത്തമ്മിനാട് നേരെ നിന്നിരിക്കും. ബട്ട് എന്റെ ചേട്ടൻ മാരേജ് കെട്ടൂല. അല്ലേലും അതിനെ മെരുകാൻ കുറച്ച് പാടാ. ഇനി കുഞ്ഞേട്ടനെ മെരുകണമെങ്കിൽ സ്വർഗലോകത്തുനിന്ന് രമ്യോ തിലോത്തമ്മയോ വരേണ്ടി വരും. ആ, നോക്കിയിരുന്നു. നിന്റെ കുഞ്ഞേട്ടനെ വരയ്ക്കാൻ സ്വർഗലോകത്തുനിന്ന് രമ്പയല്ല, ഗന്ധർവ്വം വരും. വെയിറ്റ്, അത് നല്ല ഐഡിയ അല്ലേ? നമുക്കിനി അങ്ങനെ മെരുകാൻ ഒരു യന്ത്രവനെ വിട്ടാ എങ്ങനെ ഇരിക്കും?